ഹായ്, അലൈനസിനെ പറ്റിയിട്ട് കുറച്ചുകൂടി കാര്യങ്ങളൊന്ന് വിശദമായിട്ട് അറിഞ്ഞാലോ? വിദേശത്തോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ ഒക്കെ ഉള്ളവർക്ക് പല്ലിൽ എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉള്ള ഒരു ഓപ്ഷൻ ഒന്നുകിൽ പല്ലിൽ കമ്പി ഇടുക അല്ലെങ്കിൽ അലൈനേഴ്സ് ഉപയോഗിക്കുക എന്നതാണ്. പല്ലിൽ കമ്പി ഇടുക എന്ന് വെച്ചാൽ അതിന്റെ ഫോളോ അപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അത്ര പ്രായോഗികമായിട്ടുള്ള എളുപ്പമുള്ള കാര്യമല്ല. പിന്നീടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അലൈനേഴ്സ് യൂസ് ചെയ്യുക എന്നതാണ്. മറ്റുള്ള സ്ഥലത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ അലൈനേഴ്സിന്റെ ചികിത്സാ ചെലവ് ഒരു 40% ഒക്കെ ആകുന്നുള്ളൂ. അതുപോലെ തന്നെ വരുന്ന വലിയൊരു ഡൗട്ടാണ്, പല്ലിൽ കമ്പി ഇടുമ്പോൾ കിട്ടുന്ന അതേ റിസൾട്ട് ആണോ അലൈനസ് ഉപയോഗിക്കുമ്പോഴും കിട്ടുന്നതെന്ന്. അതെ, ഇതിന്റെ റിസൾട്ട് ഒരുപോലെ തന്നെയാണ്. കമ്പി ഇടുന്ന പോലെ തന്നെയാണ് അലൈനസിന്റെ റിസൾട്ടും കിട്ടുന്നത്. അതായത് ഇതിന്റെ പ്രവർത്തന രീതി, ടെക്നോളജി മാത്രം ഒന്ന് വ്യത്യാസം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏത് തരത്തിലുള്ള കേസുകളും, അതായത് ഓപ്പൺ ബൈറ്റ്, ഡീപ് ബൈറ്റ്, ക്രോസ് ബൈറ്റ്, പ്രൊക്ലിനേഷൻ അങ്ങനെയുള്ള കേസുകളൊക്കെ നമുക്ക് അലൈനസ് ഉപയോഗിച്ചിട്ട് ചികിത്സിക്കാം. നമ്മുടെ ഓർത്തഡോണ്ടിസ്റ്റ് ഓരോ കേസും വിലയിരുത്തി ഓരോ പേഷ്യൻസിന്റെ ചികിത്സാ രീതികൾ നോക്കി നമുക്ക് സ്വന്തമായിട്ടുള്ള ലാബിൽ തന്നെയാണ് അലൈനേഴ്സ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള നല്ലൊരു റിസൾട്ട് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അലൈനേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഡെന്റൽ ക്ലിനിക്സിലേക്ക് വിസിറ്റ് നടത്തേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കംപ്ലീറ്റ് ഡേറ്റാസും ഡീറ്റെയിൽസും ഒക്കെ ഞങ്ങളുടെ കയ്യിൽ സേവ്ഡ് ആയിരിക്കും. എന്തെങ്കിലും ഈ അലൈനസ് മിസ്സാവുകയോ അല്ലെങ്കിൽ പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് അറിയിച്ചാൽ മാത്രം മതി. ലോകത്ത് എവിടെയാണെങ്കിലും അതിനുള്ള സർവീസസ് ലഭ്യമാകാനുള്ള സംവിധാനമുണ്ട്. ഇതിന്റെ പേയ്മെന്റ് നമുക്ക് ഒരുമിച്ച് അടയ്ക്കേണ്ട ആവശ്യമില്ല, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് ലഭ്യമാണ്. അലൈനറിന്റെയോ ചെലവിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ ഒരു റിസൾട്ടിനെ കുറിച്ചോ ഒക്കെ ആലോചിച്ച് ടെൻഷൻ ആവാതെ വേഗം തന്നെ അലൈനർ ട്രീറ്റ്മെന്റിലേക്ക് മാറിക്കോളൂ.